വിഷ്ണു ഭഗവാൻ അലങ്കാരപ്രിയനാണെങ്കിൽ മഹാദേവൻ ഭസ്മപ്രിയനാണ്. സർവവും ഒടുവിൽ വെണ്ണീറായി മാറുമെന്ന പരമമായ സത്യമാവാം മഹാദേവന്റെ തിരുനെറ്റിയിലും ശരീരത്തിലും കാണുന്ന ഭസ്മലേപനത്തിൻ്റെ പൊരുൾ. സതീദേവി എരിഞ്ഞടങ്ങിയ യാഗാഗ്നിയിലെ ചാരം സ്വന്തം ശരീരത്തിൽ വാരിപ്പൂശി വിരഹദുഃഖമടക്കിയ മഹാദേവന്റെ സന്നിധിയാണ് കൊട്ടിയൂർ. സതീദേവിയുടെ ദേഹത്യാഗത്തിനു ശേഷം സങ്കടവും ക്രോധവും സഹിക്കാനാവാതെ സതീദേവിയുടെ ഭൗതിക ശരീരവും പേറി താണ്ഡവമാടിയ മഹാദേവനെ ശാന്തനാക്കാൻ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രത്തിൽ സതിയുടെ ദേഹം ഖണ്ഡിച്ചു മാറ്റി എന്നാണ് പുരാണകഥ. തൻ്റെ പ്രിയപ്പെട്ടവളുടെ ശരീരം നഷ്ടപ്പെട്ട ഭഗവാൻ സതി ഒടുവിൽ എരിഞ്ഞടങ്ങിയ ആ യാഗാഗ്നിയിലെ ചാരം സ്വന്തം ശരീരമാസകലം പൂശി വിരഹദുഃഖമടക്കി എന്നാണ് വിശ്വാസം. മഹാദേവന്റെ ഈ ഭസ്മപ്രിയം ഒന്നുകൊണ്ട് തന്നെയാകാം അക്കരെ കൊട്ടിയൂർ സന്നിധാനത്ത് തിടപ്പള്ളിയിലെ അടുപ്പിൽ നിന്നും ചാരം നീക്കുവാൻ ആർക്കും അനുവാദമില്ലാത്തത്. ഭൗതിക ശാസ്ത്ര നിയമങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് കൊട്ടിയൂരിലെ തിടപ്പള്ളി നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. നൂറ്റാണ്ടുകളായി ചാരം നീക്കം ചെയ്യാത്ത കൊട്ടിയൂരിലെ തിടപ്പള്ളിയിൽ വിറക് കത്തിയുണ്ടാകുന്ന ചാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഈ ചോദ്യത്തിനു മുന്നിൽ ശാസ്ത്രത്തിൻ്റെ യുക്തികൾ നിശബ്ദമാവുകയാണ്. സന്നിധാനത്ത് മണിത്തറയ്ക്ക് വടക്കുഭാഗത്തുള്ള തിടപ്പള്ളിയിലാണ് ബ്രാഹ്മണർ അതീവ ശുദ്ധിയോടെ നിവേദ്യങ്ങൾ പാകം ചെയ്യുന്നത്. വൈശാഖ മഹോത്സവകാലത്ത് ടൺ കണക്കിന് വിറകുകളാണ് ഇവിടെ കത്തിച്ചാമ്പലാകുന്നത്. എന്നാൽ അവിടെ നിന്നും ചാരം നീക്കം ചെയ്യാൻ ആർക്കും അനുവാദമില്ലെങ്കിൽ ദിവസങ്ങൾ കൂടുമ്പോൾ അടുപ്പ് ചാരം കൊണ്ട് നിറയേണ്ടതല്ലേ? എന്നാൽ ഇവിടെ ചാരം കുന്നുകൂടാറേയില്ല. നിവേദ്യം പാകം ചെയ്യാൻ ബുദ്ധിമുട്ട് വരാത്ത വിധം വളരെ മിതമായ അളവിൽ മാത്രമേ എന്നും അവിടെ ചാരം കാണപ്പെടുകയുള്ളൂ. ബാക്കി ചാരമെല്ലാം എങ്ങോട്ട് പോകുന്നു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ദിവ്യരഹസ്യമാണ്. ഇന്നും കൊട്ടിയൂരിൽ വൈശാഖോത്സവകാലത്ത് യാഗരക്ഷയ്ക്കായി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ എത്തുന്നു എന്നാണ് വിശ്വാസം. യാഗഭൂമിയിൽ കുമിഞ്ഞുകൂടുന്ന ചാരം മഹാദേവനെ അസ്വസ്ഥപ്പെടുത്തുമെന്നറിയാവുന്ന വിഷ്ണു ഭഗവാൻ തിടപ്പള്ളിയിലെ ചാരം ശിവഭൂതഗണങ്ങളുടെ സഹായത്താൽ ഭസ്മപ്രിയനായ പരമശിവന്റെ സാന്നിധ്യമുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നതാകാം. ഓരോ ആചാരങ്ങളും പൗരാണികതയുടെ വിസ്മയ നൂലിനാൽ കോർത്ത വിശ്വാസമണികളാണ്. ഒരു നാടിൻ്റെ ഐശ്വര്യവും സ്പന്ദനവും നിലനിൽപ്പും അവയെ സംരക്ഷിക്കുന്നതിലൂടെ എക്കാലവും നിലനിൽക്കും. കൊട്ടിയൂരിലെ വിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടാം. എല്ലാ വിശ്വാസികൾക്കും കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.